എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം സരോവരം ബയോ പാർക്കാണ് കേട്ടോ. ഈ ഒരു പാർക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. നേരത്തെ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടന്ന ഉടനെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ ഇവിടെ വന്നിരിക്കാൻ കൊതിച്ചിരുന്നു. കാരണം അത്രയും ഭംഗിയായിരുന്നു കാണാൻ. വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് പുല്ലൊക്കെ പിടിപ്പിച്ച് നന്നായിട്ട് ഒരുപാട് ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാലക്രമത്തിൽ ഇതിൻ്റെ ലോ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അതുകൊണ്ടായിരിക്കാം തോന്നുന്നു ഇവിടെയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. എന്താ പറയുക, നമുക്കൊക്കെ എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ ഉപകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഒന്നും വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അതിൻ്റെ മുകളിലൊക്കെ കയറി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് രാവിലെയും വൈകുന്നേരവും ടൗണിലുള്ള ആളുകൾക്ക് വന്ന് എക്സസൈസ് ചെയ്യാനും നടക്കാനും ഭയമില്ലാതെ ഇതിലൂടെ നടക്കാനും ഒക്കെ പറ്റണം എന്നുണ്ടെങ്കിൽ ഈ ലൈറ്റുകൾ ശരിയാക്കണം. അതുപോലെ ഇങ്ങനെയുള്ള ഈ എക്സസൈസ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ ഇതൊക്കെ നേരെയാക്കിയാൽ വളരെ നല്ല ഒരു പാർക്കാണിത്. അത്രയും ഏരിയ ഉണ്ട്. പിന്നെ ഈ കനോലി കനാലിലെ ഒരു മാലിന്യം എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. മലിനജലമാണ് അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തൊക്കെ വീണിട്ട് ഒരു തുള്ളി വെള്ളം വയലായി പോയാൽ നമ്മുടെ കാര്യം പോക്കായിരിക്കും. അത്രയും എന്താ പറയുക, മോശമാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ കുറച്ച് ക്രോട്ടൺ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ക്രോട്ടൺ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ക്രോട്ടൺ കണ്ടാൽ അതിനെ ഫോട്ടോ എടുക്കുക, അത് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. ക്രോട്ടൺ ചെടികൾ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ. എൻ്റെ കയ്യിൽ നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മരങ്ങളും ഒക്കെ ഉണ്ട്, വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഭംഗിയായിരുന്നു ഇത് ഉണ്ടാക്കിയ ഉടനെ. അതായത് ഈ ഒരു പാർക്കിൻ്റെ ഒരു പണി കഴിഞ്ഞ ഉടനെ വളരെ ഭംഗിയായിരുന്നു അത് കാണാൻ. മെയിൻ്റനൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഇത്രയും വഷളായത്. വളരെ വർഷങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ ആയത്. അപ്പോൾ എൻട്രൻസിൽ നമുക്ക് ഫീസും ഉണ്ട്. അവർ 30 രൂപയാണെന്ന് തോന്നുന്നു എൻട്രൻസ് ഫീസ് അവർ ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരോട് പറയുക തന്നെ ചെയ്തു, നിങ്ങളിങ്ങനെ ഫീസ് വാങ്ങിയാൽ പോരാ, അതിവിടെ ചിലവാക്കിയിട്ട് ഇവിടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ ഈ മാർച്ചിൽ അടയ്ക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു പാർക്ക്. അപ്പോൾ റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു പാലങ്ങൾ നല്ല ഭംഗിയില്ലേ പാലം കാണാൻ? നോക്കൂ, അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തൊക്കെ ഭംഗിയാക്കിയാൽ നല്ല രസമായിരിക്കും. നല്ല നല്ല സീൻസ് ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ കുറേ ക്യാമറയിൽ ഇങ്ങനെ കുറേ പകർത്തി. എൻ്റെ ക്യാമറ കേടൊന്നു പോയി, ഞാൻ മൊബൈലിലാണൊക്കെ ചെയ്തത് കേട്ടോ. ലൈറ്റ് കണ്ടില്ലേ, ലൈറ്റിൻ്റെയൊക്കെ മുകളിലൊക്കെ ഷെയ്ഡ് ഒക്കെ എന്താ പറയുക, പായൽ പിടിച്ച് കിടക്കുന്നുണ്ട്. ഒന്നും ക്ലിയർ അല്ല. ലൈറ്റ് ഇട്ടാൽ തന്നെ കാണുമെന്ന് അറിയില്ല, ലൈറ്റ് കത്തുമെന്നും നമുക്കറിയില്ല. നമ്മൾ പകലാണ് പോയത്. ഒരുപാട് മരങ്ങളുണ്ട്. കണ്ടൽക്കാടുകളാണെന്ന് തോന്നുന്നു ഉള്ളിൽ. ചതുപ്പ് നിലം പോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അവിടെയൊക്കെ നല്ല കൊതു ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ബോട്ടിങ് ഏരിയ ആണ്. ഈ ഒരു വെള്ളം കണ്ടാൽ ആരും ഇതിനകത്ത് ബോട്ടിങ്ങിന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ. ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ട്, പെഡൽ ബോട്ടുകൾ, അങ്ങനെയുള്ള ബോട്ടുകളൊക്കെ ഒരുപാടുണ്ട്. ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഇപ്പോഴതൊന്നും നടക്കുന്നില്ല. കാരണം ആളുകൾ മടിക്കുമല്ലോ. എന്തായാലും ഒരു ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിലല്ലേ ആൾക്കാർ ഇതിനൊക്കെ വരുള്ളൂ. അപ്പോൾ അതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ കണ്ട് പഠിക്കേണ്ടതാണ് ശരിക്കും. അവിടെയൊക്കെ വളരെ ഭംഗിയായിട്ടത് മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ടത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കോർപ്പറേഷന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാർച്ചിലുള്ള റിനോവേഷൻ കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അത് നടക്കുമെന്ന് തോന്നുന്നു. അവരങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു പാലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മളിവിടെയുള്ള ഒരു എക്സ്പോ കാണാനായിരുന്നു വന്നത്, പക്ഷേ അത് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സരോവരം പാർക്കിലേക്ക് ഇറങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാപ്പൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് ഫിലിമും കണ്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ മാർച്ചിൽ അതിൻ്റെ റിനോവേഷൻ തുടങ്ങിയ ഒരു മാസത്തിനകം തീരുമായിരിക്കും. എന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.